അമ്മത്തെ പാത്ത് ഗൈസ് നമ്മൾ ആദ്യം ഉമ്മർ എത്തി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖം. അങ്ങനെ നമ്മുടെ നോമ്പല്ലത കഴിയാറായി. 27 കഴിഞ്ഞ്, 27-ാം രാത്രിയും കഴിഞ്ഞ്, പിന്നെ 28 വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 4 ജ്യേഷ്ഠത്തി അനിയത്തി എല്ലാവരും ഒത്തിട്ട് ഞങ്ങൾ എന്താക്കി, ഈ പെരുന്നാളിന് ഞങ്ങൾ പറഞ്ഞ് ഒന്നാകെ നമുക്ക് എല്ലാവരും 5 ആളും കൂടിയിട്ട്, പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ മോളും ഉണ്ട്, അവരെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുപോലെ എല്ലാവർക്കും അപ്പം ചൂടാന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അപ്പം ചൂടാന്ന് അങ്ങനെ പറഞ്ഞ് പെരുന്നാളപ്പമല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പണ്ടത്തെ ഓർമ്മയ്ക്ക്, പണ്ടെല്ലാം ഇങ്ങനെയല്ലേ എല്ലാവരും മൊത്തത്തിൽ അപ്പം ചൂടുന്നല്ലേ. ഇപ്പോൾ അല്ലേ ഒറ്റ പേർക്ക് ഓരോരാളായിട്ട് ഇങ്ങനെ ചുടുന്നത്. മുമ്പെല്ലാം ഇങ്ങനെ ഫാമിലിയെല്ലാം ഒത്തിട്ട് ജ്യേഷ്ഠത്തി അനിയത്തി അങ്ങനെ എല്ലാവരും ഒത്തിട്ട് ഇങ്ങനെ ചുടുന്നതല്ലേ. അങ്ങനെ അതുപോലെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഏട്ടത്തി അനിയത്തി മക്കളെല്ലാം വിളിച്ചിട്ട് നമുക്ക് ഒരുപോലെ എല്ലാവരും ഒത്തിട്ട് അപ്പം എല്ലാം ചൂടാം, പെരുന്നാളപ്പം ചൂടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അപ്പം എല്ലാം ചൂടാനെല്ലാം കീഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറേ ഐറ്റം ഉണ്ടാക്കീന്. മാഷാ അല്ലാഹ്, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാകുമ്പോഴേക്ക് വേഗത്തിലായിന്. പിന്നെ പൊരിയുണ്ട ഉണ്ടാക്കി, പിന്നെ കസൂറപ്പം കേക്കില്ലേ അങ്ങനെ ഉണ്ടാക്കി, കൊട്ടപ്പം, പിന്നെ കടല കാച്ചിയത്, അങ്ങനെ കുറേ അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി ഒരു 1 മണി 2 മണിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ അപ്പത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ്. പൊരിയുണ്ടയില്ലെങ്കിൽ കാസർഗോഡ് പിന്നെ ഈ ബെല്ലമെല്ലാം ഇട്ട് തേങ്ങയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് പൊരിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാസർഗോഡ് നാട്ടിലല്ലേ ഭയങ്കര ഒരു ഫേമസാണ്. പിന്നെ നമുക്ക് പുറം നാട്ടിലൊന്നും ഇങ്ങനത്തെ ഐറ്റം ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് പെരുന്നാളിന് ഇങ്ങനത്തെ എല്ലാം ഒരു മക്കൾക്കെല്ലാം ഒരു പൊലിവല്ലേ, മക്കൾക്കെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അപ്പം ചൂടുന്നതും പിന്നെ ആളൊക്കെ കൂടുന്നതും ഇങ്ങനത്തെ എല്ലാം ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ ഏട്ടത്തി അനിയത്തിയാറ് എല്ലാവരും ഒത്തിട്ടില്ല, ഞങ്ങൾ ഒരുപോലെ ഇങ്ങനെ ചൂടാന്ന് പറഞ്ഞ് പിന്നെ ചുട്ടിട്ട് അങ്ങനെ ഷെയറാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസത്തെ പണിയായില്ലേ, ഒരാൾ ഓരോരോ പണിയെടുക്കുമ്പോഴേക്ക് അത് ഈസി ആയില്ലേ. മറ്റേ അല്ലെങ്കിൽ നമുക്ക് പെരയില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴേക്ക് നമുക്ക് നോമ്പ് തുറക്കുന്ന പണി അതൊരു ഭാഗത്താണ്. അല്ലാണ്ട് നമുക്ക് പിന്നെ ഭയങ്കര ചൂട്ടുള്ള നാളാകുമ്പോഴേക്ക് ഓരോരോ പണി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. 5 അപ്പം ചുടുന്നുണ്ടെങ്കിൽ 5 ദിവസമാണ് ചുടും. ഇത് മാഷാ അല്ലാഹ് നമുക്ക് 5-6 ഐറ്റം ചുട്ട്, അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ എല്ലാം ചുട്ടെടുത്ത് മാഷാ അല്ലാഹ് പണ്ടത്തെ ഒരു ഫീലായി, പണ്ടത്തെ ഒരു ഓർമ്മ വന്ന്. എന്നില്ലെങ്കിൽ ജ്യേഷ്ഠത്തിൻ്റെ മോള് എല്ലാവരും ഒത്തിട്ട് ഇങ്ങനെ ഒത്തൊരുമിച്ചിട്ട് നമുക്കിങ്ങനെ അപ്പം എല്ലാം ചുടുമ്പോഴേക്കില്ലേ ഭയങ്കര ഒരു സന്തോഷമായി. മക്കളെല്ലാം ഈത്തപ്പായെല്ലാം ഇട്ടുകൊള്ളുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ഓരോരോ അപ്പങ്ങൾ ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് മീത്തിയില്ല ടെറസിൻ്റെ മുകളിൽ ഷീറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. വലിയ ടെറസിൻ്റെ മുകളിൽ അങ്ങനെ ഷീറ്റെല്ലാം ഇട്ടിട്ട് അവിടെ ഞങ്ങൾ വലിയ ഗ്യാസ് അടുപ്പും വലിയ കടായി ചട്ടിയും എല്ലാം വെച്ചിട്ടില്ലേ, പിന്നെ എല്ലാ ഐറ്റമും ഞങ്ങൾ താഴേന്ന് കിച്ചണിനെല്ലാം ഉണ്ടാക്കിയത് ഇത് മുകളിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാം ഫ്രൈ ആക്കിയിട്ടെല്ലാം എടുക്കും. ഓരോരാകുമ്പോഴേക്ക് ഓരോന്ന് എടുക്കും. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഇങ്ങനെ എടുക്കും. അത് ഒരാളെടുക്കുക ഇത് ഒരാളെടുക്കുക അങ്ങനെ എടുത്തില്ല. ഞങ്ങൾക്ക് ഇത് എന്ത് കഴിയുന്നത് ഏത് ഫസ്റ്റ് കഴിയുന്നത് എന്നിട്ടായിട്ട് നെക്സ്റ്റ് എടുക്കും.
പിന്നെ ഒരാളെടുക്കും അങ്ങനെ കാത്തു നിൽക്കല്ല. ഞങ്ങൾ പെട്ടെന്ന് എല്ലാ പണിയെടുക്കും. അപ്പോൾ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നങ്ങ് നല്ല ട്രെയിൻ പോകുന്നതെല്ലാം കാണും. നല്ലൊരു ആംബിയൻസ് കാണാൻ, കുട്ടികൾക്ക് കളിക്കാനും. ഇവിടെ തന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കിയതും സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയത് അവിടെ തന്നെ ഫ്രൈ ആക്കിയത് എടുത്തതും നല്ലൊരു അടിപൊളി രസം. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്കിത് കുറേ വൈകിപ്പോയല്ലേന്ന്. മുമ്പെല്ലാം ഇത് ഇപ്പം നമ്മൾ എല്ലാം കൊല്ലം പോകുന്നാക്കി ഇങ്ങനെ നമ്മളിത് വയസ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നതല്ല. അപ്പം നമ്മൾ മുമ്പേ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരുപോലെ ഒപ്പം ഇങ്ങനെ എല്ലാ കൊല്ലം ഇൻഷാല്ല പെരുന്നാക്കി ഇങ്ങനെ ചെയ്യണേനെല്ലാം നമ്മൾ ഇങ്ങനെ സംസാരിക്കും എല്ലാവരും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ, അസ്സലാമു അലൈക്കും.